ക്രിക്കി മലയാളം 2.0 ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള മൂന്നാം ടെസ്റ്റ് സമനിലയിലാണല്ലോ അവസാനിച്ചത്. ഏതായാലും ഇന്നത്തെ മത്സരം പുരോഗമിച്ചുകൊണ്ടിരിക്കവേ തന്നെ ഡഗ്ഔട്ടിൽ വെച്ച് വിരാട് കോഹ്ലിയും അതുപോലെ തന്നെ അശ്വിനും ചേർന്നുകൊണ്ട് ഡഗ്ഔട്ടിൽ ഹഗ് ചെയ്യുന്ന ദൃശ്യങ്ങളൊക്കെ നിങ്ങളും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ തന്നെ ആരാധകർക്കിടയിൽ അശ്വിൻ വിരമിക്കുകയാണോ എന്നുള്ള വലിയ ചർച്ചകൾ സജീവമായിരുന്നു. പിന്നീട് പ്രതീക്ഷിച്ചതുപോലെ തന്നെ അശ്വിൻ തന്റെ വിരമിക്കൽ പ്രഖ്യാപിക്കുകയും ചെയ്തു. തീർച്ചയായിട്ടും ഇന്ത്യയുടെ എക്കാലത്തെയും മികച്ച സ്പിന്നർമാരിൽ ഒരാളും ഓൾറൗണ്ടറുമായിട്ടുള്ള അശ്വിൻ അന്താരാഷ്ട്ര ക്രിക്കറ്റിനോട് ഗുഡ് ബൈ പറഞ്ഞിരിക്കുന്നു. ആരാധകർക്ക് അത് തീർച്ചയായിട്ടും ഒരു വേദന തന്നെയാണ്. ഇതോടുകൂടി ഐതിഹാസികമായിട്ടുള്ള ഒരു ക്രിക്കറ്റ് യാത്രയ്ക്ക് കൂടിയാണ് തിരശ്ശീല വീണിരിക്കുന്നത്. തീർച്ചയായിട്ടും അനിൽ കുംബ്ലെയ്ക്ക് ശേഷം ഇന്ത്യയുടെ എക്കാലത്തെയും മികച്ച സ്പിൻ ഇതിഹാസമായിട്ട് തന്നെയാണ് ഈ ഒരു തമിഴ്നാട്ടുകാരനെ അടയാളപ്പെടുത്തുന്നത്. ഒരുപാട് അവിസ്മരണീയ റെക്കോർഡുകളും സ്വന്തം പേരിൽ കുറിക്കാൻ അശ്വിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ സംസാരിച്ചതുകൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല. ഏതായാലും ഗാബയിലെ ഗ്രൗണ്ടിൽ വെച്ചുകൊണ്ട് തന്നെ ടീം ഇന്ത്യ അശ്വിന് വേണ്ടി വലിയ തോതിലുള്ള സ്വീകരണവും അതുപോലെ തന്നെ യാത്രയപ്പും ഒക്കെ നൽകിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ദൃശ്യങ്ങളൊക്കെ നിങ്ങളും കണ്ടിട്ടുണ്ടാവും. അതേപോലെ തന്നെ ക്രിക്കറ്റ് പ്രേമികളും അതുപോലെ തന്നെ അശ്വിനോടൊപ്പം ഒരുപാട് നാളുകൾ ഒരുമിച്ച് കളിച്ചിട്ടുള്ള താരങ്ങളും ഇതിഹാസ താരങ്ങളും ഒക്കെ തന്നെ അശ്വിന് വലിയ തോതിലുള്ള സ്വീകരണവും യാത്രയപ്പും ഒക്കെ നൽകിക്കൊണ്ടിരിക്കുന്നു. വിരാട് കോഹ്ലി പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ്: ഐ ഹാവ് പ്ലേഡ് വിത്ത് യു ഫോർ 14 years and when you told me today you are retiring it made me a bit emotional and flashbacks of all those years playing together came to me. അതെ, തീർച്ചയായിട്ടും ഞാൻ നിങ്ങളോടൊപ്പം 14 വർഷങ്ങളായി കളിക്കുന്നുണ്ട്. നിങ്ങൾ ഇന്ന് വിരമിക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലൂടെ ഒരുപാട് ആ ഓർമ്മകളൊക്കെ കടന്നു പോവുകയും ചെയ്തു. ഐ ഹാവ് എൻജോയ്ഡ് എവറി ബിറ്റ് ഓഫ് ദി ജേർണി വിത്ത് യു ആഷ്. അതെ, നിങ്ങളോടൊപ്പമുള്ള ഓരോ നിമിഷങ്ങളും ഞാൻ ഏറെ ആസ്വദിച്ചിട്ടുണ്ട്. അങ്ങനെ കോഹ്ലി ഒരുപാട് കാര്യങ്ങൾ അശ്വിനെ കുറിച്ച് പറയുന്നുണ്ടായിരുന്നു. അതിന്റെ ഒരു കുറിപ്പാണ് നിങ്ങളുടെ നിലവിൽ കാണുന്നതും. അവസാനം താങ്ക്സ് ഫോർ എവറിത്തിങ് ബഡ്ഡി എന്ന് പറഞ്ഞുകൊണ്ട് അശ്വിനെ മെൻഷൻ ചെയ്തുകൊണ്ടാണ് കോഹ്ലി തന്റെ കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. സഞ്ജു സാംസൺ നമുക്കറിയാമല്ലോ, IPL രാജസ്ഥാൻ റോയൽസിൽ അശ്വിനെ നയിക്കാൻ ഭാഗ്യം ലഭിച്ചിട്ടുള്ള ഒരു താരം കൂടിയാണ് സഞ്ജു പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ്. തന്റെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിലൂടെ സഞ്ജു പങ്കുവെക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ്: താങ്ക്സ് അഷ് അണ്ണ ഫോർ എവറിത്തിങ്. ഇറ്റ് വാസ് an absolute pleasure to some special moments with you on and off the field. അതെ, ഹാപ്പി റിട്ടയർമെന്റ് അശ്വിൻ ഗോട്ട് എന്ന് ഒരു സിഗ്നലും കൊടുക്കുന്നുണ്ട്. സഞ്ജു പറയുന്നു, തീർച്ചയായിട്ടും അശ്വന നിങ്ങളോടൊപ്പം ഫീൽഡിനകത്തും പുറത്തും ചിലവഴിക്കാൻ കഴിഞ്ഞ ഒരുപാട് സമയത്തിൽ ഞാൻ തീർച്ചയായിട്ടും അതൊരു സ്പെഷ്യൽ മൊമെന്റ് ആയിട്ട് തന്നെയാണ് കാണുന്നത്. അതൊരു അബ്സല്യൂട്ട് പ്ലഷർ ആണെന്ന് കൂടി സഞ്ജു സാംസൺ പങ്കുവെക്കുന്നു. അങ്ങനെ ഇന്ത്യൻ ക്രിക്കറ്റിലെ ഒരു ഇതിഹാസം കൂടി പടിയിറങ്ങിയിരിക്കുന്നു. രവി അശ്വിൻ, താങ്ക് യു ഫോർ ദ മെമ്മറീസ്. അടുത്തൊരു വീഡിയോ ഭാഗത്ത് വീണ്ടും കാണാം. ചെറിയൊരു ഗുഡ് ബൈ.